മനോഗുണവും നിറഞ്ഞിരിക്കുന്നവനെ നിന്നോട് ഞങ്ങൾ വന്ദിക്കുകയും സ്തുതിച്ച് സ്തോത്രം ചെയ്തു പുകഴ്ത്തുകയും നിന്റെ കൃപയോട് യാചിക്കുകയും ചെയ്യുന്നു. പഴയ ലോകം നിന്റെ വരവിൽ പുതുതാക്കപ്പെടും. കിഴക്ക് ഭാഗത്ത് ഉദിക്കുന്ന ശ്ലീഹായുടെ വലിയ അടയാളത്തെ മാലാഖമാരുടെ സൈന്യങ്ങൾ ആഘോഷിക്കും. ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ സ്വർഗമേഘങ്ങളിൽ വരുന്ന നിന്റെ ദൈവത്വത്തിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കും. അപ്രകാരമുള്ള വലിയ ദിവസത്തിൽ ഞങ്ങളുടെ മനുഷ്യത്വത്തോട് കരുണ തോന്നി അനുഗ്രഹം ചെയ്യണമേ. അന്ന് മരിച്ചവർ പാതാളത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. ന്യായവും നീതിയും പ്രവർത്തിക്കേണ്ടതിനായി മഹത്വത്തോടെ വരുന്ന ശ്രേഷ്ഠതയുടെ എതിരേൽപ്പിനായി അവർ പുറപ്പെടും. ആ ശ്രേഷ്ഠതയ്ക്ക് മുമ്പായി മഹത്വമുള്ള ശബ്ദം വരുന്നു. ആ ശബ്ദം ഭൂമിയെ കുലുക്കുകയും പർവ്വതങ്ങളെ ഇളക്കി മറിക്കുകയും ചെയ്യുന്നു. അത് ഭൂമിയെ നശിപ്പിക്കുകയും സമുദ്രത്തെ ഉണക്കുകയും ചെയ്യുന്നു. ആകാശവിരുവിനെ ചുരുട്ടുന്നു, സൂര്യനെ അന്ധകാരപ്പെടുത്തുന്നു, ചന്ദ്രനെ മായ്ക്കുന്നു, നക്ഷത്രങ്ങളെ അവയുടെ നിരകളിൽ നിന്ന് വീഴിക്കുന്നു. തന്റെ ആശ്രിതന്മാരുടെ വിശുദ്ധ കൂട്ടങ്ങളുടെയും വാകളാൽ കൊമ്പിന്റെയും കാഹളത്തിന്റെയും വിളിയുടെയും ഭയങ്കര ശബ്ദം അട്ടഹസിക്കുന്നു. എരിതീൻ കൂട്ടങ്ങളുടെ വാകളിൽ നിന്നുള്ള മുഴക്കത്തിന്റെ ശബ്ദങ്ങളാൽ പാറകൾ പിളരുന്നു. മറഞ്ഞു കിടക്കുന്നതായ മരിച്ചവരെ ഖബറുകളുടെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനായി വിളങ്ങുന്ന പാതാളത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നു. ജീവനോടിരിക്കുന്നവരും മരിച്ചുപോയവരുമായ ആദാമിന്റെ വർഗം ഒരുമിച്ച് പുറപ്പെടുന്നു. കണ്ണിമയ്ക്കുന്നതിനിടയിൽ മണ്ണിൽ നിന്നും പൊടിയിൽ നിന്നും അവരെ ഉയർപ്പിക്കുവാനായിട്ട് തന്റെ പിതാവിന്റെ മഹത്വത്തോടെ വരുന്നവനായ ദൈവപുത്രനെ സ്വീകരിപ്പാൻ പോകുന്നു. മുഖസ്തുതിയില്ലാത്ത നീതിയോടുകൂടിയ ഭയങ്കരനായ വിധിക്കായി സകല മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുവാൻ അഗ്നിമയന്മാരും ആത്മമയന്മാരുമായ ഈറന്മാരും എരുതിയുടെ കൂട്ടങ്ങളും ലോകമൊക്കെയിലും പറന്നു നടക്കുന്നു. ആദാമും ഹവ്വായും അവരോട് കൂടെ ശത്രുവും പ്രവേശിക്കുന്നു. ഒന്നാമതായി കൊല്ലപ്പെട്ടിട്ടുള്ളവനായ ഹാബേൽ അവന്റെ മുറിവുകളോടും അവനെ എറിഞ്ഞിട്ടുള്ള കല്ലുകളോട് കൂടെ പ്രവേശിക്കുന്നു. ശേത്തിന്റെ മക്കളുടെ എല്ലാ തലമുറകളും അവനോടുകൂടെ ശപിക്കപ്പെട്ടവരും കൊല്ലപ്പെട്ടവരുമായ കായന്റെ മക്കളുടെ അശുദ്ധ തലമുറയും വരുന്നു. നീതിമാനും സത്യവാനും ജനങ്ങളെ പെട്ടകത്തിൽ ഇരുത്തിയവരുമായ നോഹ വരുന്നു. ജാതികളുടെ പിതാവായ അബ്രഹാം വിശ്വാസത്തോടും ദുഷ്ടനായ ഫറവോൻ അബീമേലെക്കിനോട് കൂടെ അടുത്തു വരുന്നു. നീതിമാനായ ഇയ്യോബും അവന്റെ മക്കളും ധീരതയുടെ വലിയ ഭംഗിയോട് വരുന്നു. അവരോടുകൂടെ സകല വഞ്ചനയുടെ തലവനും അവന്റെ സൈന്യങ്ങളും പ്രവേശിക്കുന്നു. പിച്ചാദിയുടെ മുമ്പാകെ മുഖം മറയ്ക്കാതെ കെട്ടപ്പെട്ടിരുന്നവരും അവന്റെ പിതാവ് അവന് ബലി കഴിച്ച് കുഞ്ഞാടിനാൽ രക്ഷ പ്രാപിച്ചവരുമായ പരിമാകതയുള്ള ഇസഹാക്ക് വരുന്നു. നീതിമാനായ യാക്കോബും അവന്റെ കൂടെ അവനെ പീഡിപ്പിച്ചിരുന്ന അവന്റെ സഹോദരൻ ഏശാവും വരുന്നു. പരിപാലനയും വിനയമുള്ളവനായ യൗസേപ്പും അവന്റെ കൂടെ അവനെ വിറ്റുകളഞ്ഞ സഹോദരന്മാരും അവന്റെ സൗന്ദര്യത്തെ ആക്രമിക്കുകയും ആ വിശുദ്ധിയെ അപമാനിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തവളായ മിസ്രയീംകാരിയും വരുന്നു. പ്രധാനാചാര്യന്മാരും മഹാപുരോഹിതന്മാരായ മൂസയും അഹ്റോനും അവരോടുകൂടെ അഹങ്കാരിയായ ഫറവോനും വരുന്നു. സൂര്യനെയും ചന്ദ്രനെയും ആകാശവിരിവിൽ തടഞ്ഞു നിർത്തിയ യേശുക്രിസ്തുവിനും അവരുടെ കൂടെ ജന്മപ്പെട്ടതും മത്സരമുള്ളതുമായ തലമുറയും വരുന്നു. ദീർഘദർശിയായ ശമൂവേലും അവനോടുകൂടെ ഏലിയുടെ മക്കളും വരുന്നു. ദാവീദ് രാജാവും അവന്റെ പുത്രനായ അബ്ശാലോമും അവന്റെ കൂടെ മത്സരക്കാരനായ ശൗലും വരുന്നു. വിശുദ്ധ ആചാര്യന്മാരായ ഫിനെഹാസും എലയാസറും പ്രവാചകനായ ഏലിയായും അവരോടുകൂടെ നീതികെട്ട രാജാവായ ആഹാബും നിന്ദിക്കപ്പെട്ടവളായ ഈസബേലും വരുന്നു. എലീശാ പ്രവാചകനും അവരോടുകൂടെ കൊതിയനും ദ്രവ്യപ്രീതിയുമായി ഗേഹാസിയും വരുന്നു.
യിരെമ്യാ പ്രവാചകനും അവനെ ചെളിയിൽ തള്ളിയിട്ട സദക്കിയ രാജാവും വരുന്നു. ഹസ്കീയേൽ പ്രവാചകൻ അവന്റെ വെളിപാടുകളോടും അവന്റെ ജനങ്ങൾ അവരുടെ പാപങ്ങളോടും കൂടെ വരുന്നു. സുന്ദര പുരുഷനായ ദാനിയേലും അവന്റെ കൂടെ കുരള പറഞ്ഞ ഭാഗ്യക്കാരും വരുന്നു. യെശയ്യാ പ്രവാചകനും അവന്റെ കൂടെ അവനെ വെട്ടിയ രാജാവും വരുന്നു. ഹനനിയ മുതലായ പൈതങ്ങളും അവരോടുകൂടെ വിഗ്രഹാരാധനക്കാരും വരുന്നു. സ്മോനിയുടെ മക്കളും അവരുടെ ഗുരുവായ എലയാസറും അവരോടുകൂടെ അന്ത്യോക്കസ് മുതലായവരുടെ സകല വഞ്ചനയും വരുന്നു. പ്രതികൃതയായ ശൂശാനും അവളോടുകൂടെ നീതികെട്ടാചാര്യന്മാരായ ആഹാബും സദക്കിയായും വരുന്നു. യോഹന്നാൻ മാർദാനായും അവനോടുകൂടെ കാമാതുരയായ ഹേരോദിയയും വരുന്നു. പത്രോസും പൗലോസും അവരോടുകൂടെ നീറോയും ക്ഷുദ്രക്കാരനായ സീമോനും വരുന്നു. പരിശുദ്ധ സ്ലീഹന്മാരും അവരുടെ ന്യായാധിപന്മാരും വരുന്നു. പോരാട്ടക്കാരും ധീരന്മാരും അവരെ കല്ലെറിഞ്ഞവരും വരുന്നു. കൊല്ലപ്പെട്ടവരും അവരെ കൊന്നവരും ആക്രമിക്കപ്പെട്ടവരും അവരെ അക്രമം ചെയ്തവരും വരുന്നു. മുഖപക്ഷമില്ലാത്ത നീതിയോടുകൂടിയ ഭയങ്കരനായ വിധിക്കായിട്ട് ആദാമിന്റെ മക്കളെല്ലാവരും ഒരുമിച്ച് വരുന്നു. നിന്റെ ശ്രേഷ്ഠതാരത്തിന്മേൽ പുറപ്പെടുന്നതായ പരിഭ്രമത്തിന്റെ നേരത്തിൽ, ഭയത്തിന്റെ ആ ദിവസത്തിൽ, വിറയിലിന്റെ ആ നാഴികയിൽ വണ്ടിച്ചക്രങ്ങളുടെ ഇടയിൽ നിന്ന് പരിഭ്രമകരമായ ആ ശബ്ദം കേൾക്കപ്പെടുന്നു. സ്വർഗീയർ ഓടുന്നു, അഗ്നിമയന്മാർ ഇളകുന്നു, എരുതി ധരിച്ചവർ ഭ്രമിക്കുന്നു. നിന്റെ നീതിയെ കോപിപ്പിച്ചിട്ടുള്ള എല്ലാവരെയും അവരുടെ ജ്വാലകൾ കൊണ്ടവർ ദഹിപ്പിക്കുന്നു. അഗ്നിസമുദ്രം തുറക്കപ്പെടുന്നു. എരുതിയുടെ ഉറവുകളെല്ലാം മത്സരക്കാരെയും വഴിതെറ്റിയവരെയും അതിവേദനപ്പെടുത്തുവാൻ ഓടുന്നു. വലതുഭാഗം തുറക്കപ്പെടുന്നു. മഹത്വത്തിന്റെ സമുദ്രം ഉദിക്കുന്നു. പ്രകാശത്തിന്റെ കതിര് മിന്നുന്നു. രാജ്യത്തിന്റെ ഭാഗ്യം വെളിപ്പെടുന്നു. നീതിമാന്മാരുടെ മണമുറയും ശുദ്ധിമാന്മാരുടെ ആറുകളും കന്യാവ്രതക്കാരുടെ പന്തിയും നോമ്പുകാരുടെ ഭാഗ്യതരമേശയും കാണപ്പെടുന്നു. കൃപ വലതു ഭാഗത്തുള്ളവരിൽ സന്തോഷിക്കുന്നു. ഇടതു ഭാഗത്തുള്ളവരെ പുറത്തേത കാലത്തിലേക്ക് തള്ളുവാൻ നീതി ഇടിമുഴക്കുന്നു. ദുഷ്ടന്മാർ തലകുനിച്ചു നിൽക്കുന്നു. കുരിശിത്തറപ്പുകാരുടെ മുഖങ്ങൾ ലജ്ജിക്കുന്നു. വിശ്വാസികളിൽ നിന്ന് സത്യമായ സ്തോത്ര ശബ്ദം ഉയരുന്നു. കന്യാവ്രതങ്ങൾ ആനന്ദിക്കുന്നു. ശുദ്ധിമാന്മാർ സന്തോഷിക്കുന്നു. നീതിമാന്മാർ ഉല്ലസിക്കുന്നു. പുണ്യവാന്മാർ ആഹ്ലാദിക്കുന്നു. വണ്ണവറ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. മേശ ഒരുക്കിയിരിക്കുന്നു. ക്ഷണിക്കപ്പെട്ട അതിഥികൾ നിത്യമായ ജീവിതത്തിൽ സന്തോഷിച്ച് ഉല്ലസിക്കുന്നു. ബുദ്ധിയുള്ള കന്യകമാർ തങ്ങളുടെ ദീപേഷ്ടികളോടുകൂടെ സന്തോഷിക്കുന്നു. തരംഗം ജ്വലിക്കുന്നു. രാജ്യം പ്രകാശിക്കുന്നു. സ്നേഹന്മാർ ന്യായം വിധിക്കുന്നു. ഇസ്രായേൽ ഗോത്രങ്ങൾ വിധിക്കപ്പെടുന്നു. പാറകൾ പിളർക്കപ്പെടുന്നു. കബറുകൾ തുറക്കപ്പെടുന്നു. ജീവനുള്ളവർ പറക്കുന്നു. മരിച്ചവർ വീഴുന്നു. നല്ലവർ ഉയരത്തിലേക്ക് കയറുന്നു. ദുഷ്ടന്മാർ അഗാധത്തിലേക്ക് ഇറങ്ങുന്നു. കാണപ്പെടുന്നവ കടന്നു പോകുന്നു. കാണപ്പെടാത്തവ നിലനിൽക്കുന്നു. ഇവിടെയുള്ളവ മാഞ്ഞഴിഞ്ഞു പോകുന്നു. അവിടെയുള്ളവ അവസാനമില്ലാതെ നിലനിൽക്കുന്നു. ആഗ്രഹങ്ങൾക്ക് തെക്കു വരുന്നില്ല. അതിവേദനകൾ അവസാനിക്കുന്നില്ല. ഭാഗ്യങ്ങൾ നിലനിൽക്കുന്നു. ജീവൻ വാഴുന്നു. പ്രകാശം അന്ധകാരപ്പെടുന്നില്ല. മഹത്വം അഴിയുന്നില്ല. നീതി എന്നേക്കുമായി ഇരിക്കുന്നു. ജീവൻ തലമുറകളോളം ഇരിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ ആജ്ഞയും ഇവയൊക്കെയും കൽപ്പിക്കുകയും നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്തതായ നാളിൽ സ്വന്തം പാപങ്ങളിൽ വഷളായി പോയ ഞങ്ങളുടെ സൃഷ്ടിയെയും രൂപത്തെയും കുറിച്ച് ദൈവം തോന്നണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് നിന്റെ കൽപ്പനകൾ ആചരിച്ചിട്ടുള്ളവരുമായ നിന്റെ വാത്സല്യവാന്മാരോടും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് നീ പറയരുതേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവരും ന്യായവിധിയിലേക്ക് പ്രവേശിക്കുകയില്ല. എന്നാലോ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിയിരിക്കുന്നു എന്ന് നിന്റെ പരിശുദ്ധ തിരുവായി അരുളി ചെയ്തതായ ആ വചനം ഞങ്ങളുടെ അടുക്കലും അവരുടെ അടുക്കലും നിവർത്തിക്കണമേ. അവിടെ ആ നാളിൽ ഞങ്ങളുടെ മരിച്ചുപോയവരും വിശ്വാസികളായ സകല മരിച്ചവരും നിന്റെ പ്രത്യക്ഷതയ്ക്ക് സ്തുതിയും നിന്റെ ദൈവത്തിന്റെ സ്തോത്രവും പാടുമാറാകണമേ. ഓശോ
സുബാൻ ലെവൽ